ചിന്തിച്ചു നോക്ക്. ഇതുവരെയുള്ള സമയം അത്രയും നമ്മൾ ചെയ്ത നന്മകൾ എന്തൊക്കെ, തിന്മകൾ എന്തൊക്കെ എഴുതാൻ പറ്റുമോ? പക്ഷെ ഖബറിൽ അവനത് മുഴുവനും ഓർമ്മ നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി മുഴുവനും എഴുതും, എല്ലാം എഴുതും. ഒരൊറ്റ അമല് പോലും വിട്ടുപോകാതെ കഫംപുടം മുഴുവനും എഴുതി ചേർക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സാധേ അത് എഴുതാനാണെങ്കിൽ കഫംപുട തികയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു 50 കഫംപുടയിൽ അടക്കണം ഉസ്താദ് വസിയത്ത് ചെയ്യണേ, കാരണം ഇത് എഴുതി തീരത്തില്ല. കാരണം അതിന് മാത്രമുണ്ട് നമ്മുടെ ഇല്ല, അത് വേണ്ട. 3 കഫംപുടയിൽ മുഴുവൻ തീർപ്പിക്കും. അള്ളാഹു വിശാലമാക്കും. ഡോക്ടർ ഡെയ്ൽ എന്ന് പറയുന്ന ഒരു വലിയ തത്വശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞു, തത്വചിന്തകൻ, അദ്ദേഹം പറഞ്ഞു 500 പേജുള്ള പുസ്തകം എഴുതാൻ കഴിയും ഒരു വ്യക്തി 2 ആഴ്ച സംസാരിക്കുന്ന അവന്റെ സംസാരങ്ങൾ എഴുതി വെച്ചാൽ. എത്ര പേജുള്ള? 500 പേജുള്ള പുസ്തകം എഴുതാൻ കഴിയും. 2 ആഴ്ചത്തെ നമ്മുടെ സംസാരം മാത്രം ഒന്ന് കുറിച്ചു വെച്ചാൽ മതി, 500 പേജുണ്ടാവും. അദ്ദേഹം പറയാം. ഒരുപാട് ആളുകൾ അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹം എഴുതി വെച്ചാൽ കറക്റ്റാണ് പറഞ്ഞത്. കാരണം ഈ നാവ് വെറുതെ ഇങ്ങനെ കലവിലെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അടങ്ങിയിരിക്കൂല. 500 പേജുള്ള പുസ്തകം. ചുരുക്കത്തിൽ നമ്മളൊക്കെ വലിയ എന്താണ് പുസ്തക എഴുത്തുകാരൻ. കാരണം 2 ആഴ്ച കൊണ്ട് 500 പേജുള്ള പുസ്തകം അവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ നാളെ ഹിസാബിടപ്പെടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ എഴുതാൻ പറയാം. എല്ലാ നന്മകളും തിന്മകളും എഴുതി വെക്കാൻ പറയും ഖബറിൽ വെച്ച്. ചിന്തിച്ചു നോക്കി, എത്ര നന്മകളാണ് നമുക്കുള്ളത്. തിന്മയാണോ കൂടുതലുള്ളത്, നന്മയാണോ കൂടുതലുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. ഒരൊറ്റ ദിവസത്തെ നന്മകൾ തിന്മകൾ മുഴുവനും പോലെ ആ നന്മ തിന്മകൾ മുഴുവനും എഴുതുമത്രേ, എഴുതി വെക്കുമത്രേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 15ാമത്തെ വയസ്സ് മുതൽ അവനെ കാണിച്ചു കൂട്ടിയതാകുന്ന സകല തിന്മകളും എഴുതുകയാണ്. അവൻ സിനിമാ തിയേറ്ററിലേക്ക് ഓടിയത്, അവൻ മോശപ്പെട്ട സിനിമകൾ കാണാൻ തന്റെ കൂട്ടുകാരുമായി കറങ്ങി നടന്നത്, എല്ലാം എഴുതി വെക്കുകയാണ്. തന്റെ മാതാപിതാക്കളുടെ പണം ഹറാമായ രീതിയിൽ അപഹരിച്ചെടുത്തത്, പാപ്പയുടെ പോക്കറ്റിൽ നിന്ന് പണം അടിച്ചു മാറ്റിയത്, ഉമ്മയറിയാതെ ഉമ്മയുടെ കമ്മല് അടിച്ചു മാറ്റി കൊണ്ടുപോയി പണയം വെച്ചത്, ഹറാമാകുന്ന സിനിമകൾ കണ്ടു തീർത്തത്, അശ്ലീലമാകുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർത്തത്, എല്ലാം അവൻ എഴുതുകയാണ്. നമസ്കരിക്കാതെ നടന്നവനല്ലയോ, നോമ്പ് പിടിക്കാതെ നടന്നവനല്ലയോ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, കൂട്ടുകാര് മുഖേന ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനല്ലയോ, ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് നടന്നവനല്ലയോ, ലഹരി പദാർത്ഥങ്ങൾ അടിമമായിപ്പെട്ടവനല്ലയോ, ബ്ലൂ വെയിൽ പോലെയുള്ളതാകുന്ന ഗെയിമുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചവനല്ലയോ, സ്വന്തം ശരീരത്തെ നശിപ്പിച്ചവനല്ലയോ, വ്യഭിചാരശാലകൾ നേടിക്കൊണ്ട് ഇറങ്ങിപ്പോയ മനുഷ്യനല്ലയോ, വിവാഹത്തിന് മുമ്പേ തന്നെ ആ സുന്ദരമാക്കപ്പെട്ട ജീവിതത്തിലേക്ക് കാത്തു സൂക്ഷിക്കേണ്ട കന്യകത്വം നശിപ്പിച്ചതാകുന്ന പെണ്ണല്ലയോ, ട്രെയിനിൽ വെച്ച് ബസ്സിൽ വെച്ച് കാമുകന്മാരുമായി ചുംബന സമരത്തിൽ ഏർപ്പെട്ടവളല്ലയോ, പാർക്കുകളിലും മാളുകളിലും പോയിരുന്ന് സമയങ്ങളെ ചെലവഴിച്ചവരല്ലയോ. ഇങ്ങനെ ലോകത്ത് അശ്ലീലതയുടെ ലോകം ഏതൊക്കെയുണ്ടോ ആ ലോകത്തേക്ക് അല്ല ഇറങ്ങിപ്പോയ സഹോദര, ഇറങ്ങിപ്പോയ സഹോദരി, അന്ന് തിന്മകൾ മുഴുവനും ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ്, മറുഭാഗത്ത് മുഴുവനും നിന്റെ നന്മകൾ രേഖപ്പെടുത്തുകയാണ്. നീ നമസ്കാരമുള്ളവനായിരുന്നെങ്കിൽ, നീ നോമ്പ് പിടിച്ചവനാണെങ്കിൽ, നീ സകാത്ത് കൊടുത്തവനാണെങ്കിൽ, നീ പാവങ്ങൾക്കറിയാതെ ഒരു കൈവറിയാതെ ഇടത്തെ കൈയറിയാതെ വലത്തെ കൈകൊണ്ട് സ്വതക്ക നൽകിയവനാണെങ്കിൽ, നീ പരിശുദ്ധ കഅബാലയം കൺകുളിർക്ക് കാണാൻ സൗഭാഗ്യം കിട്ടിയവനാണെങ്കിൽ, പാവങ്ങൾക്ക് നിരാലംബർക്ക് അവലംബമായി നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത് നിന്റെ ജീവിതത്തെ ധന്യമാക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നന്മകൾ മുഴുവൻ നീ മറുഭാഗത്ത് രേഖപ്പെടുത്തുമത്രേ ഒരൊറ്റ ദിവസം കൊണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു ദിവസം എടുക്കും, മൊത്തം എഴുതുക. ഇവിടെ ദുനിയാവിലെ ടീച്ചർ പറഞ്ഞു തരുമ്പോ 2 പേജ് ആയി കഴിയുമ്പോ സാറെ കൈവേദനിക്കുന്നു പറഞ്ഞവനും അവിടെ കൈവേദനയൊന്നും പ്രശ്നമില്ല, മൊത്തം എഴുതിയിട്ടേ നിർത്തുള്ളൂ. മൊത്തം എഴുതിക്കാണ്. ഇതൊക്കെ ഖബറിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഈ നന്മകൾ മുഴുവനും തിന്മകൾ മുഴുവനും എഴുതിയത് മുഴുവനും ചുരുട്ടാൻ പറയും. അവന്റെ കഫംപുട മുഴുവൻ ചുരുട്ടെടുക്കാൻ പറയും.
എന്നിട്ട് അവന്റെ തോളിലേക്ക് വെച്ചു കൊടുക്കും. ആര് പറയാ? ഹബീബ് റസൂലുള്ളാഹി. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ നമ്മൾ ഓതണ്ടേ, പഠിക്കണ്ടേ? വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك عليك اليوم حسيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഖബറിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്, വകുല്ലു ഇൻസാൻ, ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് പറയുമ്പോ അവന്റെ കഫംപുടയിലേക്ക് തന്റെ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് എല്ലാ നന്മകളും എല്ലാ തിന്മകളും രേഖപ്പെടുത്തിയതാകുന്ന മനുഷ്യന് നാളെ മഹ്ശറിലേക്ക് വിളിയാളം വരുമ്പോ അവനെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ കഫംപുടി മുഴുവനും ചുരുട്ടി തോളത്ത് വെച്ചു കൊടുക്കുകയാണ്. നഗ്നനായിട്ട് പോയാണ്, നഗ്നപാതകനായിട്ട് പോയാണ്. ഇതാ